ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവവചന ധ്യാനത്തിലേക്ക് വരികയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം നമുക്ക് അറിയാവുന്ന ഒരു അധ്യായമാണ് എന്ന് ഞാൻ കരുതുന്നു, വിശ്വാസികളായിട്ടുള്ളവർക്കെല്ലാം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്ന ഒരു ചെറിയ വിഷയമല്ല എന്നെനിക്കറിയാം. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് കഴിഞ്ഞ സമയങ്ങളായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനകത്ത് പ്രധാനമായും 8-ാം അധ്യായം 8-ാം വാക്യം ഞാനൊന്ന് വായിക്കുന്നു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി. ഏത് പട്ടണമാണ്? നമുക്കറിയാം, 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ശമരിയ പട്ടണത്തിലാണ്. ശമരിയ പട്ടണത്തിൽ ഒരു ഉണർവുണ്ടായി. ശമരിയ പട്ടണത്തിലെ ഉണർവ് എന്ന് വേണമെങ്കിൽ ഇന്നത്തെ സന്ദേശത്തിന് ഒരു തലക്കെട്ട് കൊടുക്കാം. ഓരോ ഇടത്തും ദൈവം വ്യത്യസ്തമായ സമയങ്ങളിൽ വ്യത്യസ്തമായ തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ആ അപ്പോസ്തല പ്രവർത്തികൾ തുറന്ന് കയറണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ അതിനകത്ത് ഒരു കീവേഡ് ഉണ്ട്, ഒരു താക്കോൽ വചനമുണ്ട്. അത് അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യമാണ്. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം. അപ്പോസ്തല പ്രവർത്തികൾ എന്ന പുസ്തകം, ദ ബുക്ക് ഓഫ് ആക്ട്സ്, നമ്മൾ തുറന്നു കയറുവാൻ ഈ ഒരു താക്കോൽ ഉപയോഗിച്ചാൽ നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങളെ ഗ്രഹിക്കാൻ എളുപ്പമാണ്. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. എന്നിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ തന്നെ ആ പറഞ്ഞ അതേ വചനപ്രകാരം ആ യെരൂശലേമിൽ തുടങ്ങി, യഹൂദിയയിൽ വ്യാപരിച്ച് ശമര്യയിലേക്ക് വ്യാപിച്ച് പിന്നെ ഭൂമിയുടെ അറ്റത്തോളം ഈ സുവിശേഷം പരക്കുന്നത് ഇതേ പുസ്തകത്തിൽ കാണാൻ കഴിയും. 1 മുതലുള്ള വാക്യങ്ങൾ, അതായത് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 1 മുതൽ വായിച്ചാൽ ഇങ്ങനെ കാണുന്നു. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. 7-ാം വാക്യത്തിൽ ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി തീർന്ന സ്തെഫാനോസിനെ കാണാൻ കഴിയും. അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നു സുവിശേഷം അറിയിച്ചതുകൊണ്ട് എന്ന് കാണുന്നു. അങ്ങനെ സ്റ്റീഫൻ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ ഒരു വ്യക്തി അവിടെ പറയുന്നുണ്ട്, ശൗൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മതഭ്രാന്തനായി നടക്കുകയാണ്. അദ്ദേഹത്തിന് അത് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. യെരൂശലേമിൽ സഭ സ്ഥാപിതമായിരിക്കുകയാണ്. 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തത്തെ കുറിച്ച് കാണുന്നത്. അത് കർത്താവ് വാഗ്ദത്തം ചെയ്തതാണ്. അത് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് 8-ാം വാക്യത്തിൽ പറഞ്ഞത്. 2-ാം അധ്യായം തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് യെരൂശലേമിൽ പാർത്തിരുന്ന മാളിക മുറിയിൽ കാത്തിരുന്ന 120 മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് കാണുന്നു. അങ്ങനെ സഭ അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എന്ന് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. മറ്റു ചിലർ കർത്താവായ യേശു 12 ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ തന്നെ സഭ സ്ഥാപിതമായി എന്നും പറയപ്പെടുന്നു. എന്തായാലും സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഇനാഗുറൽ ഡേ ആയിരുന്നു, ഒരു തുടക്ക ദിവസമായിരുന്നു പെന്തക്കോസ്ത് ദിവസം എന്ന് പൊതുവെ സമ്മതിക്കപ്പെടുന്നു. അങ്ങനെ യെരൂശലേമിൽ സഭ സ്ഥാപിതമാവുകയാണ്. പരിശുദ്ധാത്മ വന്നപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ യെരൂശലേമിൽ സുവിശേഷം ആരംഭിച്ച് ശക്തമായി അത് വ്യാപരിക്കുകയാണ്. പരിശുദ്ധാത്മ വരുമ്പോൾ നിങ്ങൾ ജെറൂസലേമിൽ സാക്ഷികളാകും. അവിടെ തന്നെ സാക്ഷികളാകണം. എന്തുകൊണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപ് ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞു. രണ്ടാമതായി അവിടെ കർത്താവിന്റെ വചനം പറഞ്ഞതുപോലെ യഹൂദിയയിലേക്ക് അത് വ്യാപരിച്ചത് കാണുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ജെറൂസലേമിൽ തുടങ്ങി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞവർ ഉപദ്രവം നേരിട്ടപ്പോൾ അവർ യഹൂദ്യയിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. പിന്നെ ചിലർ ശമരിയയിലേക്കും പോകുവാനിടയായി തീർന്നു. അവർ ചിതറിപ്പോയി. ഈ സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയെങ്കിലും പോകാൻ കാരണം ഉപദ്രവമാണ്. വലിയൊരു ഉപദ്രവം യെരൂശലേമിൽ നേരിട്ടപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവർ 12 അപ്പോസ്തലന്മാരൊഴികെ ബാക്കിയുള്ളവർ അവർ പല സ്ഥലങ്ങളിലേക്ക്, യഹൂദിയയിലേക്കും ശമരിയയിലേക്കും ചിതറിപ്പോകുവാൻ തക്കൊണ്ടിടയായി. ചിതറിപ്പോയിട്ട് അവർ അവിടെ ചുമ്മാ ഇരുന്നില്ല, വെറുതെ ഇരുന്നില്ല. അവർ മറ്റെന്തെങ്കിലും ബിസിനസ് തുടങ്ങിയതല്ല. പോയ സ്ഥലത്തെല്ലാം അവർ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാനിടയായി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. 4 മുതൽ ഞാൻ ചില ഭാഗങ്ങളായി വേർതിരിച്ച് വേഗത്തിൽ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ആദ്യത്തെ ഒരു ഘട്ടമാണ്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഉപദ്രവം സഭയ്ക്ക് നേരിടുന്നു. ശൗൽ എന്ന ഒരു മനുഷ്യൻ ക്രൈസ്തവ സഭയെ പീഡിപ്പിക്കുകയാണ്.
യെരൂശലേമിൽ സഭയ്ക്ക് ഉപദ്രവം നേരിട്ടപ്പോൾ അപ്പോസ്തലന്മാർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ചിതറിപ്പോയി. യഹൂദ്യയിലേക്കും ശമര്യയിലേക്കും അവർ ചിതറിപ്പോയി. അത് കഴിഞ്ഞ് അടുത്ത ഭാഗം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ചിതറിപ്പോയവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് ആ 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഹല്ലേലൂയ. ഒരിടത്തിൽ ഉപദ്രവമുണ്ടായാൽ ദൈവത്തിന്റെ പദ്ധതിയാണ് ആ ഉപദ്രവമെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുകയാണ് എന്നിവിടെ കാണുകയാണ്. ഒരു പക്ഷേ ഉപദ്രവം ഉണ്ടാകാതിരുന്നെങ്കിൽ എല്ലാവരും യെരൂശലേമിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചും പാടിയും സ്തോത്രം ചെയ്തും ആരാധിച്ചും കൃപാവരങ്ങൾ പങ്കിട്ടും ഇരുന്നേനെ. ഉപദ്രവമുണ്ടായപ്പോൾ ദൈവത്തിന്റെ വചനം 1:8 പറഞ്ഞത് നിറവേറുകയാണ്. അവർ യഹൂദിയിലേക്ക് പോകുന്നു, മറ്റു ചിലർ ശമര്യയിലേക്ക് പോകുന്നു. ശമര്യയിലേക്ക് പോവുകയാണ്. അപ്പോൾ ശമര്യയിലേക്ക് പോയത് ആരെന്ന് 5-ാം വാക്യത്തിൽ പറയുന്നു. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്നു. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന ശേഷം അവിടെ അവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് ചെയ്തത് എന്തൊക്കെയാണെന്നാണ് ആ 8 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. ഒന്ന്, താൻ പ്രസംഗിച്ചു. എന്ത് പ്രസംഗിച്ചു? അപ്പോസ്തല പ്രവൃത്തി 1:8 നിറവേറുകയാണ്, പ്രവചനം നിറവേറുകയാണ്, ദൂത് നിറവേറുകയാണ് എന്നല്ല പ്രസംഗിച്ചത്. ശമര്യ പട്ടണത്തിലുണ്ടായ ഉണർവിനെ കുറിച്ച് കാരണമായി പഠിക്കണം. ശമര്യ പട്ടണത്തിൽ ഉണർവുണ്ടായപ്പോൾ ദൂത് അവിടെ കിടപ്പുണ്ട്, പ്രവചനം അവിടെ കിടപ്പുണ്ട്. അതിന് നിവർത്തീകരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രവചനത്തെ ഉയർത്തി പ്രവചനം ദൂത് എന്ന് ദൂതിനെ മാത്രമല്ല ഉയർത്തിയത്. ആ ദൂത് നിവർത്തീകരിക്കപ്പെടുമ്പോൾ പ്രസംഗിക്കാനുള്ളത് ഒന്ന് മാത്രമാണ്, ക്രിസ്തു. ഉണർവുണ്ടാകുന്ന സ്ഥലത്ത് വചനം നിവർത്തീകരിക്കപ്പെടുമ്പോൾ അവിടെ പ്രവാചകന്മാരല്ല ഉയർത്തപ്പെടുന്നത്, അവിടെ ഉയർത്തപ്പെടുന്നത് ക്രിസ്തുവാണ്. ഉണർവിന്റെ 1-ാമത്തെ ലക്ഷണം അതാണ്. ഇന്ന് കാണുന്ന സോക്കോൾഡ് റിവൈവലിനകത്ത് നാം കാണുന്ന റിവൈവലിനെ അടിസ്ഥാനപരമായ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ ക്രിസ്തു ഉയർത്തപ്പെടുന്നുണ്ടോ? ദൂതാണോ ഉയർത്തപ്പെടുന്നത്? പ്രവാചകന്മാരാണോ ഉയർത്തപ്പെടുന്നത്? പ്രവചനമാണോ ഉയർത്തപ്പെടുന്നത്? അല്ല, ക്രിസ്തുവാണോ ഉയർത്തപ്പെടുന്നത്, പ്രസംഗിക്കപ്പെടുന്നതെന്ന് ഓരോ വ്യക്തികളും ഗ്രഹിക്കണം. ഒന്ന്, അവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവർ പറയുന്നത് ഏകമനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തന്മാരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ സന്തോഷമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ, ക്രിസ്തുവിനെ ഉയർത്തിയപ്പോൾ ക്രിസ്തുവിന്റെ പ്രവർത്തികൾ വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. അവിടെ എന്ത് അടയാളങ്ങൾ നടക്കാൻ തുടങ്ങി? ചില പ്രത്യേക അടയാളങ്ങൾ നടക്കാൻ തുടങ്ങി. ദൈവവചനത്തിന്റെ നിവർത്തീകരണത്തിന്റെ അടയാളങ്ങൾ നടക്കാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞതുപോലെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന പോലെ, ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ പറഞ്ഞിരിക്കുന്നത് പോലെ ആ ജീവജലത്തിൽ നദികൾ ഒഴുകും. ഹല്ലേലൂയ. അത് ഒഴുകി തുടങ്ങുമ്പോൾ ചില അടയാളങ്ങൾ കാണാൻ തുടങ്ങും. ആ ഒഴുക്കിനെതിരെ ഒരു ദുഷ്ടശക്തിക്കും നിൽക്കാൻ കഴിയുകയില്ല. ചിലത് ഒലിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. റിയൽ റിവൈവൽ വരുമ്പോൾ യേശു ഉയർത്തപ്പെടും. ആ യേശുവിന്റെ നാമത്തിൽ ചില അടയാളങ്ങൾ നടക്കും. ചില ഒഴുക്കിനെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികൾ, ആഭിചാര ശക്തികൾ, മന്ത്രവാദ ശക്തികൾ, ദേശാധിപതി ശക്തികൾ, ദേശത്തിൽ വിളയാടുന്ന ഗുണ്ടായുസങ്ങൾ, അന്ധകാര ശക്തികൾ, കുടുംബ കലഹങ്ങൾ ഒലിച്ചു പോകും. ചില അടയാളങ്ങൾ നടക്കും. മാത്രമല്ല, അവർ ഏകമനസ്സോടെ അവർ കേൾക്കുകയും, ഇദ്ദേഹം പ്രസംഗിക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു, അദ്ദേഹത്തിന്റെ വചനങ്ങൾ ജനം ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ ജനം വചനം കേൾക്കാൻ തുടങ്ങും. എന്ത് കേൾക്കാൻ തുടങ്ങും? ശരിയായിട്ടുള്ള വചനം കേൾക്കാൻ തുടങ്ങും. പിന്നെ അശുദ്ധാത്മാക്കൾക്ക് ഇരിക്കപ്പെടുകയില്ല. യേശുവിന്റെ നാമം ഉയർത്തപ്പെട്ടപ്പോൾ, എല്ലാ നാമത്തിന് മേലായ നാമം ഉയർത്തപ്പെട്ടപ്പോൾ അശുദ്ധാത്മാക്കൾക്ക് ഇരിക്കപ്പെടുകയില്ല. അത് വ്യക്തികളിൽ നിന്ന് വിട്ടുപോകാൻ തുടങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് വ്യക്തികളിൽ നിന്ന് മാറാൻ തുടങ്ങി. പിശാചിന്റെ ആത്മാക്കൾ വ്യക്തികളെ വിടാൻ തുടങ്ങി. മനുഷ്യർ ആത്മാവിൽ സ്വതന്ത്രരാകുവാൻ തുടങ്ങി. പൈശാചിക ബന്ധനങ്ങൾ സ്വതന്ത്രമാകാൻ തുടങ്ങി. മാത്രമല്ല, പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അത്ഭുതകരമായ ഹീലിംഗ് അവിടെ വ്യാപരിപ്പാനിടയായി തീർന്നു. ദൈവത്തിന്റെ അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകാൻ തുടങ്ങി. ആ ഒരു ഭാഗം കൊണ്ട് അത്രയും നിർത്തുകയാണ്. അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ്. അങ്ങനെ ഈ ശമര്യ പട്ടണത്തിൽ ഫിലിപ്പോസ് പോയി യേശു ക്രിസ്തുവിനെ ഉയർത്തി പ്രസംഗിച്ചു. അദ്ദേഹത്തിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാൻ തുടങ്ങി. രോഗികൾ സൗഖ്യമായി,
ഭൂതങ്ങൾ അലറി വിളിച്ചു പോകാൻ തുടങ്ങി. ഹല്ലേലൂയ. അതേ പട്ടണത്തിൽ വേറൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ജനങ്ങളെ പേടിപ്പിച്ച് കയ്യിൽ വെച്ചിരുന്നു. ആ വ്യക്തിയെ അനേകർ ശ്രദ്ധിച്ചു പോന്നു. നിങ്ങൾ 9 മുതൽ വായിച്ചാൽ അറിയാം. ഇവിടെ വായിച്ചത് 6-ാം വാക്യത്തിൽ, ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവവചനം പ്രസംഗിക്കാൻ, ജനത്തിന് ദൈവവചനത്തിലേക്ക് ശ്രദ്ധ വരുവാൻ കാരണമായി. ഫിലിപ്പോസ് പറയുന്ന വചനത്തെ അവർ ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. ആ വചനങ്ങളെ ഉറപ്പിച്ചു. മർക്കോസ് സുവിശേഷ അവസാന വാക്കിൽ എഴുതിയിരിക്കുന്നത്, ശിഷ്യന്മാരിലൂടെ കർത്താവ് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ദൈവത്തിന്റെ വചനം സത്യമെന്ന് അവൻ ഉറപ്പിച്ചു പോന്നു. വചനത്തെ ഉറപ്പിക്കാൻ ദൈവം അടയാളങ്ങൾ ചെയ്യും, വചനത്തെ ഉറപ്പിക്കാൻ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും, വചനത്തെ ഉറപ്പിക്കുവാൻ ദൈവം ഭൂതങ്ങളെ പുറത്താക്കും. ഹല്ലേലൂയ. അങ്ങനെ നീയും വചനത്തിൽ ഉറയ്ക്കാനിടയായി തീരും. അല്ലാതെ ഈ പ്രസംഗിക്കുന്ന ഫിലിപ്പോസിനെ ഉയർത്തി കാണിക്കാനല്ല. ഹല്ലേലൂയ. യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. എന്തിനെന്നറിയാമോ? വചനം സത്യമെന്ന് ഉറപ്പിക്കാൻ, ദൈവ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയാൻ, മറ്റൊരു വ്യക്തിയിലേക്കുമല്ല. കാരണം മറ്റൊരു വ്യക്തിയിലും നമുക്ക് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മേലെ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. നിന്റെ സംഘടനയെ വളർത്തുവാനല്ല, നിന്റെ പേരിനെ പ്രശസ്തമാക്കാനല്ല, ലോകം മുഴുവനും നിന്നെ ഓടിക്കുവാൻ നിനക്ക് കർത്താവിന്റെ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അത് മതി. അവൻ ആ അത്ഭുതങ്ങളെ ചെയ്തോളും. നീയായിട്ട് പ്ലാൻഡ് റിവൈവൽ ഉണ്ടാക്കണ്ട, ക്രിയേറ്റഡ് റിവൈവൽ ഉണ്ടാക്കണ്ട. പരിശുദ്ധാത്മാവിനാൽ ഒരു റിവൈവൽ ഉണ്ടായാൽ അതാരും പറയാതെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഉള്ളങ്ങളിൽ ചലനമുണ്ടാക്കും. അവർ ദൈവവചനത്തിലേക്ക് ശ്രദ്ധ കൊടുക്കും.